9ാം ക്ലാസ്സിലെ SCERT മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോണത്. മൂന്നാമത്തെ ചാപ്റ്ററാണ് ഏത്? ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. ആദ്യത്തെ 1-2 ചാപ്റ്റർ നമ്മൾ നോക്കി അല്ലേ? ആദ്യത്തെ ചാപ്റ്ററിൽ ഹിമാലയ പർവ്വതത്തെക്കുറിച്ചും പിന്നെ രണ്ടാമത്തേതായിരുന്നു ഉത്തരേന്ത്യൻ സമുദ്രത്തെക്കുറിച്ചായിരുന്നു. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ്, അതായത് ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ. ഈ മാപ്പ് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. കാരണം എവിടെയാണ് ഇന്ന സ്ഥലത്താണ് നമുക്ക് കറക്റ്റായിട്ട് മൈൻഡിൽ വരണം. എന്നാലേ ഇനി ഓരോന്ന് ആരവല്ലി, വിന്ധ്യ, സത്പുര അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വന്നത് എവിടെയാണ് സ്ഥാനം. അപ്പോൾ നോക്കി പഠിക്കാം. ആരവല്ലി പർവ്വതനിര എവിടെയാണെന്ന് കണ്ട, ആരവല്ലി പർവ്വതനിര കറക്റ്റായിട്ട് നോക്കി വെക്കാം. രാജസ്ഥാൻ്റെയൊക്കെ താഴെയായിട്ടാണ് ആരവല്ലി. ആരവല്ലി എങ്ങനെയാണ് വന്നേക്കണേ നോക്കിയേ. കിഴക്ക് പടിഞ്ഞാറ് അല്ലേ, ആ ഒരു ഭാഗത്തായിട്ടാണ് ആരവല്ലി. പിന്നെ ആരവല്ലിക്ക് കുറച്ച് നീങ്ങിയിട്ട് എന്താണ്, വിന്ധ്യ, സത്പുര പർവ്വതനിരകളുണ്ട്. പിന്നെ വിന്ധ്യയുടെ നേരെ കുറച്ച് നീങ്ങി കൈമൂർ കുന്നുകളുണ്ട്. അപ്പോൾ വിന്ധ്യ, സത്പുര നേരെ കുറച്ച് നീങ്ങി കൈമൂർ കുന്നുകൾ. പിന്നെ എന്താണ്, ഈ സത്പുരയ്ക്ക് താഴെ മഹാദിയോ, മൈക്കല മലനിരകളുണ്ട്. കണ്ട, മഹാദിയോ ഉണ്ട്, മൈക്കലോ ഉണ്ട്. പിന്നെ രാജ്മഹൽ കുന്നുകൾ എവിടെയെന്ന് നോക്കിയാൽ, രാജ്മഹൽ കുന്നുകൾ നേരെ അറ്റത്താണ്. കണ്ട, കിഴക്കേ അറ്റത്താണ് രാജ്മഹൽ കുന്നുകളുള്ളത്. പിന്നെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടം എവിടെയാണെന്ന് കണ്ട് അല്ലേ? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, ഇത്രയും നമ്മൾ മനസ്സിൽ വേണോട്ടൊരു ഐഡിയ. കൈമൂർ കുന്നുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വേണം, വിന്ധ്യ പർവ്വതനിര കഴിഞ്ഞ് കുറച്ച് നീങ്ങിയിട്ടാണ് കൈമൂർ കുന്നുകൾ. അതുപോലെ മഹാദിയോ, മൈക്കല എന്നൊക്കെ പറയുമ്പോൾ തന്നെ സത്പുരയുടെ താഴെ ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ, നമുക്ക് നോക്കാം. ഉപദ്വീപീയ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? വേറൊന്നുമില്ല, ഉപദ്വീപ് എന്ന് പറഞ്ഞിട്ട്, ദ്വീപ് എന്ന് പറഞ്ഞിട്ട്, അതായത് 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടുള്ള ഭാഗം, അതാണ് ഉപദ്വീപീയ ഇന്ത്യ. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. വിശാലമായ പീഠപ്രദേശങ്ങളും അതിനെ അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം ഉപദ്വീപ് പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം. അതായത് ഉപദ്വീപീയ ഇന്ത്യ നമ്മൾ പറഞ്ഞല്ലേ, 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭാഗമാണ് ഉപദ്വീപീയ ഇന്ത്യ. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പേര് വരാൻ കാരണം. ഇനി ഇന്ത്യയിലെ പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ നമ്മൾ ഹിമാലയമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പ്രായം കുറഞ്ഞതാണ് അല്ലേ? പക്ഷെ എന്താണ് ഇവിടെ പറയുന്നത്, പ്രായം ചെന്ന ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യ വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും നമുക്ക് കൂടുതൽ അടുത്തറിയാം. നമുക്ക് നോക്കാം, പീഠഭൂമി എന്നാൽ എന്ത്? പീഠഭൂമി എന്താണ്? അതായത് ചുറ്റുപാടെന്ന് അപേക്ഷിച്ച് അല്പം ഉയർന്നായിരിക്കും സ്ഥിതി ചെയ്യുന്നത്, പക്ഷേ പിന്നീട് അത് നിരപ്പായിരിക്കും. അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് പീഠഭൂമികൾ. ഇനി പീഠഭൂമികളെ 3ആയിട്ട് തരംതിരിക്കാം. പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ അല്ലേ? ചില പീഠഭൂമികൾ എങ്ങനെയായിരിക്കും? പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ടതായിരിക്കും. ഇനി ചിലത് എങ്ങനെയായിരിക്കും? പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കും. പിന്നെന്താണ്? വൻകര പീഠഭൂമികൾ ഉണ്ടാവും. അങ്ങനെ 3ആയിട്ട് പീഠഭൂമികൾ തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, വൻകര പീഠഭൂമികൾ, അങ്ങനെ. ഇനി ഉപദ്വീപീയ പീഠഭൂമി ഉൾപ്പെട്ട സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? നമുക്ക് ഏകദേശം പറയാൻ പറ്റുമല്ലോ. ഇവിടെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കർണാടക, തമിഴ്നാട്, തെലുങ്കാന, ഒഡീഷ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി ആ ഒരു മാപ്പിൽ കുറച്ചും കൂടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, താർ മരുഭൂമി കൊടുത്തിട്ടുണ്ട്. താർ മരുഭൂമിയുടെ താഴെയായിട്ടാണ് ആരവല്ലി കൊടുത്തേക്കുന്നത്. പിന്നെ വിന്ധ്യ, സത്പുര നമ്മൾ നേരത്തെ പറഞ്ഞാണ്. വിന്ധ്യ, സത്പുര, വിദ്യയുടെ നേരെ കൈമൂർ കുന്നുകൾ. ഞാൻ വീണ്ടും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വിന്ധ്യ, സത്പുര, ആരവല്ലിയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. പക്ഷേ കൈമൂർ കുന്നുകളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അതാണ് കൈമൂർ കുന്നുകൾ. പിന്നെ വിന്ധ്യ, സത്പുരയുടെ താഴെ മഹാദിയോ, മൈക്കല മലനിരകൾ. പിന്നെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, പിന്നെ ഡെക്കാൻ പീഠഭൂമി കണ്ട, പശ്ചിമഘട്ടത്തിനോട് ചേർന്ന് കണ്ട ഒരു ത്രികോണാകൃതിയിൽ ഡെക്കാൻ പീഠഭൂമി സ്ഥിതിയാണ് കണ്ട. ഡെക്കാൻ പീഠഭൂമി ഇതാണ് ഡെക്കാൻ പീഠഭൂമി കണ്ട. അത് കറക്റ്റായിട്ടൊരു മനസ്സിലൊരു പിക്ചർ വേണേ ഡെക്കാൻ പീഠഭൂമിയുടെ. പിന്നെ ഇവിടെ ആനമുടി, ദോഡ, പെട്ട, അതൊക്കെ കണ്ട. പിന്നെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകളില്ലേ, രാജ്മഹൽ കുന്നുകളുടെ താഴെയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കേട്ടോ. കണ്ട, രാജ്മഹൽ കുന്നുകൾ കറക്റ്റായിട്ട് കണ്ട. രാജ്മഹൽ കുന്നുകളുടെ താഴെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഓക്കെ. പിന്നെ ഉത്തര പർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം. പിന്നെ എന്താണ് മധ്യ ഉന്നതതലം എന്ന് പറയുന്നത് ഇതാണ്.
ഓക്കെ. പിന്നെ ആരവല്ലിക്കും വിദ്യയ്ക്കും ഇടയിലാണ് എന്ത്, ഒരു മാൽവ പീഠഭൂമി കിടക്കുന്നുണ്ട്. അപ്പം ഒരു മാൽവ പീഠഭൂമി ഉണ്ടോ? മാൽവ എന്തിൻ്റെയാണ്? ആരവല്ലിക്കും വിദ്യയ്ക്കും ഇടയിലാണ് ഒരു മാൽവ പീഠഭൂമി. പിന്നെ നമ്മൾ ഡെക്കാൻ പീഠഭൂമിയുടെ കാര്യം പറഞ്ഞു. പിന്നെന്താണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പറഞ്ഞു അല്ലേ. ഇനി പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. ശരിയല്ലേ? ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് താഴെയാണ് അല്ലേ, അപ്പോൾ തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നതതലം എന്നും. കണ്ട നിങ്ങൾ ഡെക്കാൻ പീഠഭൂമി ഏതാണ്ട് വേണ്ട, താഴെ ഡെക്കാൻ പീഠഭൂമി കണ്ടില്ലേ, പിന്നെ മധ്യ ഉന്നതതലം കണ്ടില്ലേ, കണ്ട. അപ്പോൾ അതായിട്ട് അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചാക്കുന്നു. ഇനി ഡെക്കാൻ പീഠഭൂമിയാണ് ഫസ്റ്റ്. പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. നമ്മൾ കണ്ട് അല്ലേ, കണ്ട. പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്ക് അല്ലേ, ശരിയല്ലേ? ഇതേ കണ്ട, സത്പുര പർവ്വതത്തിന് താഴെ അല്ലേ, തെക്ക് ഭാഗത്താണ് കാണപ്പെടുന്നത് അല്ലേ. അങ്ങനെയുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാവുന്നല്ലേ. ഡെക്കാൻ്റെ മുകൾ ഭാഗമാണ് എന്തൊക്കെ? സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദിയ കുന്നുകളുടെ ഒന്നും കൂടി നോക്കിക്കോ. കണ്ട, സത്പുര കഴിഞ്ഞിട്ട് കണ്ട മഹാദിയ കുന്നുകൾ, മൈക്കല മലനിരകൾ, ഇതൊക്കെ എന്താണ്? ഈ ഡെക്കാൻ്റെ കിഴക്ക് ഭാഗമാണ് അല്ലേ, കിഴക്കല്ല വടക്ക് ഭാഗമാണ്. ഓക്കെ, അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിര്. ഇനി തെക്ക് എന്ന അർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. ശരിയാണ്, താഴെയാണ്, അപ്പോൾ തെക്ക് ഭാഗത്തായതുകൊണ്ട് അങ്ങനെ അർത്ഥത്തിൽ നിന്ന്. ഇനി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പറന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗവും ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഏത് ഭാഗമായിട്ട് വരും? ഇപ്പുറത്തെ ഭാഗമായിട്ട് അല്ലേ, പശ്ചിമഘട്ടം ആ ഭാഗമായിട്ട് വരും. അപ്പോൾ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗം എങ്ങനെയാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ എന്ത് പറയും? ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഫലഭൂയിഷ്ടിയും ജലസംഭരണ ശേഷിയുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തിമണ്ണ് എന്നും പേരുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയ ധാതുക്കൾ റിഗർ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ അരികുകളാവുന്ന പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾ ഭൂപടത്തിൽ നമ്മൾ കണ്ടു അല്ലേ. ഇനി കേരളത്തിൻ്റെ കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വതനിരയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥയിലും ജൈവവൈവിധ്യത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമാണിത് ഈ സഹ്യപർവ്വതനിരയ്ക്കുള്ളത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായ പേര് അല്ലേ. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. 1600 കിലോമീറ്റർ ഉണ്ട്. എന്തു പറയും? പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്നു. ഇത് എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരികാണ് അല്ലേ. ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരികാണ്. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നേ നോക്കിയേ, കണ്ട. വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ എന്താണ്? അതായത് മുകളിൽ നിന്ന് താഴേക്ക് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടിക്കൂടിയല്ലേ വരുന്നത്, കണ്ട. കൂടിക്കൂടിയാണ് വരുന്നത് ഉയരം. പർവ്വതനിരയുടെ ഉയരം വടക്ക് നിന്ന് തെക്കോട്ട് എന്ന ക്രമത്തിൽ എന്താണ്? ഉയരം കൂടിക്കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഉയരത്തിലാണ് 2695 മീറ്റർ ആണ് കേട്ടോ. 2695 മീറ്റർ പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. ആനമുടി ഏത് സംസ്ഥാനത്തിൽ? നമ്മുടെ കേരളത്തിലാണ് അല്ലേ. ഇനി കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരയ്ക്ക് കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നാണ് പേര്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെടുന്ന ദോഡാപെട്ട, അപ്പം തമിഴ്നാട്ടിലെ നീലഗിരി നിരയിലാണ് എന്ത്? ദോഡാപെട്ടയ്ക്ക് എത്രയാണ്? 2637 മീറ്ററാണ്
അത് ആ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട കൊടുമുടിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളിലേറെയും പിറവികൊള്ളുന്നത് പശ്ചിമഘട്ട മലനിരയിലാണ് അല്ലേ. ഉപദ്വീപീയ ഇന്ത്യയിലെ നദികളെല്ലാം ഉപദ്വീപീയ നദികളേറെയും പിറവികൊള്ളുന്നത് പശ്ചിമഘട്ട മലനിരകളിലാണ്. ഇനി ഇതിൽ ജാവടിക്കുന്നുകൾ, പാൽക്കൊണ്ടാമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം കണ്ടില്ലേ. നമുക്ക് ആ ഭൂപടത്തിൽ നോക്കി ഇതൊക്കെ കാണാൻ പറ്റുന്നത്. ആ ഭൂപടത്തിൽ കാണിച്ച് പറഞ്ഞുതരാം. വേണ്ടത് നോക്കിയേ, നിങ്ങളും നോക്കി. ആ പൂർവ്വഘട്ടത്തിലാണ് എന്തൊക്കെ നല്ലമല, പാൽക്കൊണ്ടാമല, ജാവടി, ദോഡാപട്ട, കണ്ട ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂർവ്വഘട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ പൂർവ്വഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മലകളാണ് അതെല്ലാം. ഇനി നമ്മൾ പറയണത് ഇത്രയും നമ്മൾ പറഞ്ഞു അല്ലേ. ഇത്രയും നമ്മൾ അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ നോക്കിക്കണ്ട്. ജാവടിക്കുന്നുകൾ, പാൽക്കൊണ്ടാമല, നല്ലമല, മഹേന്ദ്രഗിരി, അതിൻ്റെയൊക്കെ സ്ഥാനം നമ്മൾ കണ്ട്. ഇനി പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണെന്ത്? പൂർവ്വഘട്ടം. കിട്ടിയില്ലേ അത്? അത് പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് പൂർവ്വഘട്ടത്തിന് എന്താണ്? കുന്നുകൾക്ക് ഉയരം കുറവാണ്. ഇനി ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം 800 കിലോമീറ്ററാണ് പൂർവ്വഘട്ടത്തിൻ്റെ ആകെ നീളം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവ്വഘട്ടത്തിൻ്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും നീലഗിരി കുന്നുകളിലാണ് സംഗമിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മധ്യ ഉന്നതതടം നോക്കാം കേട്ടോ. മധ്യ ഉന്നതതടം സത്പുര പർവ്വതനിരക്ക്. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഈ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കാരണം ഈ നർമ്മദയും താപ്തിയും മാത്രമാണ് പടിഞ്ഞാട്ട് ഒഴുകുന്നത് അല്ലേ. ബാക്കി നദികൾ മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി ഒക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കേട്ടോ. ഇനി മധ്യ ഉന്നതതടം നമുക്ക് നോക്കാം. മധ്യ ഉന്നതതടം സത്പുര പർവ്വതനിരക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശത്തെയാണ് സത്പുര പർവ്വതനിരം അല്ലെ വിദ്യാ സത്പുര നമുക്കറിയാം. അവിടെ അതിൻ്റെ വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നതതടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവ്വതമാണ്. ആരവല്ലി പർവ്വതം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മാൾവ പീഠഭൂമി ഒന്ന് ശ്രദ്ധിക്കണം, ആരവല്ലിയുടെ തൊട്ടടുത്തായിട്ടല്ലേ. അപ്പോൾ ഈ മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന പ്രദേശത്തിൻ്റെ പടിഞ്ഞാറരിക് എന്താണ്? ആരവല്ലി പർവ്വതമാണ്. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങളാണ് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി നിര. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് എബു എവിടെയാണ്? ആരവല്ലിയിലാണ്. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് എടുക്കാം കേട്ടോ. അവിടെ കുട്ടികൾ ബഹളം വയ്ക്കുന്നുണ്ട്. ഓക്കെ, പാർട്ട് 2 ആയിട്ട് എടുക്കാവേ.